Hi everyone, welcome to my channel. ഞാൻ ഇന്നിവിടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയെ കുറിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി നമുക്ക് മെറ്റൽസും ലിഗാൻഡ്സും തമ്മിൽ ഫോം ചെയ്യുന്ന കോർഡിനേറ്റ് കോംപ്ലക്സുകൾ, ആ കോംപ്ലക്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. നമുക്ക് മെറ്റൽസും ലിഗാൻഡ്സും തമ്മിൽ ബോണ്ട് ഫോം ചെയ്ത് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യില്ലേ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടി പല തിയറികളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഇറങ്ങിയത് വാലൻസ് ബോണ്ട് തിയറിയാണ്. പക്ഷെ വാലൻസ് ബോണ്ട് തിയറി ബോണ്ടിങ്ങും ഹൈബ്രിഡൈസേഷനും ഒക്കെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. മെറ്റൽസും ലിഗാൻഡ്സും തമ്മിലുള്ള ഒരു കോംപ്ലക്സിൽ മെറ്റൽസും ലിഗാൻഡ്സും തമ്മിലുള്ള ബോണ്ടിങ്ങും ഹൈബ്രിഡൈസേഷനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ അതിൻ്റെ ഇലക്ട്രോണിക് സ്പെക്ട്രയോ അല്ലെങ്കിൽ കോർഡിനേഷൻ, അതിൻ്റെ വേറെ മാഗ്നറ്റിക് മൊമെന്റ്, മാഗ്നറ്റിക് സക്സസിബിലിറ്റി, ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. കളറിനെ കുറിച്ച് പറയാൻ പറ്റിയില്ല, ലിഗാൻഡിന്റെ നേച്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു, ബെത്തും മാൻബ്ലക്കും മാഗ്നറ്റിക് ഈ വാലൻസ് ബോണ്ട് തിയറിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ തന്നെ പുതിയൊരു തിയറി ഉണ്ടാക്കി. അതാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലെ നമ്മൾ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് എന്ന് പറയുന്നത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു അയോണിക് ബോണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മെറ്റൽ ലിഗാൻഡ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് നേച്ചർ ആണെന്നാണ് പറയുന്നത്. ഇവിടെ മെറ്റൽസും ലിഗാൻഡ്സും അയോണിക് ബോണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലിഗാൻഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ടൈപ്പ് ഉണ്ടാവും? ഒന്നെങ്കിൽ ന്യൂട്രൽ ലിഗാൻഡ് ആവാം, നെഗറ്റീവ്ലി ചാർജ്ഡ് ആവാം, അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവാം. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ലിഗാൻഡ്സ് ഏതൊക്കെയാ? Cl-, ഇതൊക്കെയാണ് വരുന്നത്. അതേപോലെ ന്യൂട്രൽ ലിഗാൻഡ് ഏതൊക്കെയാ? അമോണിയ, വാട്ടർ, ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ഡൗട്ട് വരും, ഇപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് ആണെങ്കിലും പോസിറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് ആണെങ്കിലും അത് എന്ത് പറ്റും? അയോൺസ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പൊ മെറ്റൽ ലിഗാൻഡ് ഫോം ചെയ്യുന്ന ബോണ്ട് എന്തായിരിക്കും? അയോണിക് ആയിരിക്കും. കാരണം മെറ്റലിൽ എപ്പോഴും മെറ്റൽസ് സാധാരണ പഠിക്കുന്ന മെറ്റൽസ് ഏതാ? ആൽക്കലി മെറ്റൽ, ആൽക്കലൈൻ എർത്ത് മെറ്റലൊക്കെ അല്ലേ? പക്ഷെ കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന മെയിൻ മെറ്റലുകൾ ഏതൊക്കെയാ? ഡി ബ്ലോക്ക് സീരീസിലെ മെറ്റലുകളായിരിക്കും. ഏതാണ് ഡി ബ്ലോക്കിലെ എലിമെന്റ്സ് ഒക്കെ? നമ്മൾ സാധാരണ 3D സീരീസിലെ എലിമെന്റ്സ് പഠിച്ചിട്ടില്ലേ? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ഇതൊക്കെയാണ് ഡി ബ്ലോക്ക് എലിമെന്റ്സിലെ ഓരോ മെറ്റൽസ്. ഇവരൊക്കെ എന്തായിരിക്കും? ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യാണ് മെറ്റൽസിന്റെ ഒരു ടെൻഡൻസി അല്ലേ? മെറ്റൽസ് സാധാരണ നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലിഗാൻഡ് ഇപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് അല്ല പോസിറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയോണിക് ബോണ്ട് ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ ന്യൂട്രൽ ലിഗാൻഡ് വരില്ലേ? ന്യൂട്രൽ ലിഗാൻഡ് വരുമ്പോ എങ്ങനെയാണ് മെറ്റൽ ലിഗാൻഡ് ബോണ്ട് എന്ന് പറയുന്നത് അയോണിക് എന്ന് പറയാൻ പറ്റുക? അപ്പൊ അവിടെ അയോണിക് അല്ല. അപ്പൊ അവിടെ പുതിയത് ഉപയോഗിക്കുന്നത് അയോൺ ഡൈപോൾ ബോണ്ട് ആണ്. അതായത് ഇപ്പൊ നമുക്ക് ലിഗാൻഡ് ഇപ്പൊ വാട്ടർ എടുത്തോ, അമോണിയ എടുത്തോ. അമോണിയയുടെ നമ്മൾ ശരിക്കും കെമിക്കൽ ഫോമിൽ എന്താ? NH3 അല്ലേ? അപ്പൊ ഇവിടെ ആരൊക്കെ വന്നേക്കണേ? നൈട്രജനും വന്നു, ഹൈഡ്രജനും വന്നു അല്ലേ? അപ്പൊ നൈട്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആളല്ലേ? അപ്പൊ അവിടെ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ലേ? അപ്പൊ നൈട്രജന്റെ മേത്ത് നമുക്ക് എന്ത് ഫോം ചെയ്യും? ഇങ്ങനെ വരുമ്പോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ളതാണ്. നൈട്രജന്റെ മേത്ത് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഇതിന് മേത്ത് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും വരും. കാരണം നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് അവർ ബോണ്ടഡ് പയേഴ്സ് ഓഫ് ഇലക്ട്രോൺസിനൊക്കെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നൈട്രജന്റെ മേത്ത് ഒരു നെഗറ്റീവ് ചാർജും ഹൈഡ്രജന്റെ മേത്ത് ഒരു പോസിറ്റീവ് ചാർജും വന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തായി? ഡൈപോളായി. അപ്പൊ ഈ മെറ്റൽ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള മെറ്റലും ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡും വന്നു വരുമ്പോ അട്രാക്ഷൻ എന്താ? ഇതാണ് അയൺ ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അയൺ ഡൈപോൾ ഇന്ററാക്ഷൻ മനസ്സിലായില്ലേ? ഇപ്പോ മെറ്റലും പിന്നെ സാധാരണ ഏതെങ്കിലും പോസിറ്റീവ് ചാർജ് മെറ്റലും പിന്നെ ഏതെങ്കിലും നെഗറ്റീവ് ചാർജ് ലിഗാൻഡ് ആണെന്നുണ്ടെങ്കിൽ അയണിക് ബോണ്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അയൺ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ അയണിക് ബോണ്ട് ആയിട്ട്. മനസ്സിലായില്ലേ? ഇനി അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റൽസും ലിഗാൻഡ്സും പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു തിയറി വെച്ചിട്ട് മാഗ്നറ്റിക് മൊമെന്റ് ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഹൈബ്രിഡൈസേഷൻ പറ്റില്ല. വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ടാണ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചിട്ട് നമ്മൾ ഹൈബ്രിഡൈസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ പോലെ മാഗ്നറ്റിക് മൊമെന്റ്, പിന്നെ ലിഗാൻഡ് സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ എന്നൊക്കെ പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്ക് ആദ്യം എന്തറിയേണ്ടി വരും? ഡി ബ്ലോക്ക്, ഈ ഡി ഓർബിറ്റൽസിനെ കുറിച്ച് അറിയേണ്ടി വരും. നമുക്ക് ഡി ഓർബിറ്റൽസ് എത്ര എണ്ണം ഉണ്ട്? 5 ഉണ്ട്. അതിനെ കുറിച്ച് നോക്കാം. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവുള്ളൂ.
അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് 5 എണ്ണം എന്നല്ല പറഞ്ഞേക്കണേ. ഏതൊക്കെയാ വരുന്നത്? ഒന്ന് ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ. അപ്പൊ ഇവരുടെ സ്ട്രക്ചറും കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിനെ കുറിച്ച് നന്നായി അറിയാൻ പറ്റുള്ളൂ. അപ്പൊ സ്ട്രക്ചർ നോക്കാം നമുക്ക്. അപ്പൊ ആദ്യം ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഇത് മൂന്നെണ്ണം ബിറ്റ്വീൻ ദ ആക്സിസ് ആണ് കിടക്കുന്നത്. ആക്സിസ് നമുക്ക് എങ്ങനെയാ? ഇങ്ങനെയല്ലേ നമ്മൾ വരയ്ക്കുക. ഇവരുടെ ലോബ് അപ്പോ എക്സ് ആക്സിസ് വൈ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് സെഡ് ആക്സിസ് ഏതാണോ എടുക്കണേ ആ രണ്ട് ആക്സിസുകളുടെ ഇടയിലാണ് വരുന്നത്. മനസ്സിലായോ? ബിറ്റ്വീൻ ദ ആക്സിസ് കിടക്കുന്ന ആൾക്കാരാണ് ഈ മൂന്ന് ഓർബിറ്റൽസും. അതായത് അതിന്റെ അർത്ഥം എന്താ? ഇതെന്താ ഡി എക്സ് വൈ എന്നൊക്കെ പറയുമ്പോൾ ബിറ്റ്വീൻ ദ ആക്സിസ് എന്ന് പറയുമ്പോൾ അതിന്റെ എന്താ അർത്ഥാക്കുന്നുണ്ട്? അതായത് ഈ ഓർബിറ്റൽസിലൊക്കെ ഇലക്ട്രോൺസിനെ കണ്ടെത്താനുള്ള ചാൻസ് എവിടെയായിരിക്കും? ബിറ്റ്വീൻ ദ ആക്സിസിലായിരിക്കും. മനസ്സിലായില്ലേ? അതാണ് പറയുന്നത്. അപ്പോൾ ഡി എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് വൈയും ആക്സിസ് വരയ്ക്കുക, അതിന്റെ ഇടയ്ക്കുള്ള ഓർബിറ്റൽസ്. ഇനി ഡി എക്സ് സെഡ് എന്ന് പറയുമ്പോൾ എന്താ? എക്സും സെഡ് ഓർബിറ്റല് അതിന്റെ ഇടയ്ക്കുള്ള ആക്സിസ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ഡി വൈ സെഡ്. ഡി വൈ സെഡ് എന്ന് പറയുമ്പോൾ വൈയും സെഡ് ഓർബിറ്റലും അതിന്റെ ഇടയ്ക്കുള്ള ആക്സിസുകൾ. മനസ്സിലായില്ലേ? ഇനി ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറും ഇത് ഓൺ ദ ആക്സിസ് ആണ് വരുന്നത്. ആക്സിസിന്റെ മുകളിൽ വരുന്ന രണ്ട് ഓർബിറ്റൽസ് ആണ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും അതുപോലെ ഡി സെഡ് സ്ക്വയറും. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. എക്സും വൈയും ജസ്റ്റ് ഓൺ ദ ആക്സിസ് വരയ്ക്കാം. ഇനി ഡി സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. അതായത് ഡി സെഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും ഉണ്ട്, ഡി എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഉണ്ട്. പക്ഷെ അവർക്ക് ശരിക്കും ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ഒരു രണ്ടും കൂടി കോമ്പിനേഷൻ ഉള്ള ഒരു പുതിയ ഓർബിറ്റലാണ് ഡി സെഡ് സ്ക്വയർ എന്ന് പറയുന്നത്. അതിൽ സെഡ് സ്ക്വയർ ആണ് കൂടുതൽ. പിന്നെ അതായത് നമുക്ക് ഇലക്ട്രോൺസിനെ കണ്ടെത്താനുള്ള ചാൻസ് എവിടെയാണ് കൂടുതൽ? നമ്മുടെ ഓർബിറ്റ് ഓൺ ദ ആക്സിസ് ഈ ഭാഗത്താണുള്ളത്. എന്നിരുന്നാലും നമുക്ക് എന്താ അവിടെ ചെറുതായിട്ട് എക്സിന്റെയും വൈന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ ഡി സെഡ് സ്ക്വയർ വരയ്ക്കുമ്പോൾ ആദ്യം സെഡ് ഓർബിറ്റൽ സെഡ് ആക്സിസ്മേ നമ്മൾ വലിയ ഓർബിറ്റൽ വരയ്ക്കും. അതിനുശേഷം ഇവിടെ മിഡിലിൽ ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കും. ഇത് കാണിക്കുന്നത് നമുക്ക് എക്സ് ഡയറക്ഷനിലായാലും വൈ ഡയറക്ഷനിലായാലും ഇതിൽ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് എക്സ് ആയാലും വൈ ആയാലും ആ ഡയറക്ഷനിലും ഇലക്ട്രോൺസിനെ കണ്ടെത്താനുള്ള ചാൻസ് വളരെ കുറച്ച് എമൗണ്ട് ആയാലും അവിടെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചിരിക്കാം. ഇത് ബിറ്റ്വീൻ ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് വൈ ഈ മൂന്ന് ഓർബിറ്റൽസ് ബിറ്റ്വീൻ ദ ആക്സിസ് ആണ് വരുന്നത്. അതായത് ഇവിടെ ഇലക്ട്രോൺസ് കണ്ടെത്താൻ എന്താ? ബിറ്റ്വീൻ ദ ആക്സിസ് ആയിരിക്കും. ഇനി അതുപോലെ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി സെഡ് സ്ക്വയർ എന്താ? ഓൺ ദ ആക്സിസ് ആണ് വരുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് എന്താ കാണണ്ടേ? നമ്മുടെ സ്പ്ലിറ്റിംഗ്, ക്രിസ്റ്റൽ ഫീൽഡിന്റെ സ്പ്ലിറ്റിംഗ്. അപ്പൊ സ്പ്ലിറ്റിംഗ് നോക്കുമ്പോൾ ആദ്യം തന്നെ 5 ഡി ഓർബിറ്റൽസ് കൺസിഡർ ചെയ്യാം. 5 ഡി ഓർബിറ്റൽസും ഇപ്പൊ അയോണിക് ഫോമിലാണെന്നുണ്ടെങ്കിൽ മെറ്റലിന്റെ അയോണിക് ഫോമിൽ അവരെപ്പോഴും ഡീജനറേറ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അവരെ എല്ലാ 5 ഓർബിറ്റൽസും ഒരേ എനർജി ഉള്ള ആൾക്കാരായിരിക്കും. അത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. 5 ഓർബിറ്റൽസും 1 2 3 4 5. മനസ്സിലായില്ലേ? എല്ലാ ഡി ഓർബിറ്റൽസും എന്താണ്? ഡീജനറേറ്റ് സ്റ്റേറ്റ്. ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ സെയിം എനർജി ആണെന്ന് അർത്ഥം. ഇനി ഡീജനറേറ്റ് ഇനി ഏതെങ്കിലും ലിഗാൻഡിന്റെ സ്പെരിക്കൽ ഫീൽഡിൽ, അതായത് എല്ലാ ലിഗാൻഡ്സും ആ മെറ്റലിനെ അപ്രോച്ച് ചെയ്ത് സെയിം എക്സ്റ്റെൻഡ്, അതായത് എല്ലാ മെറ്റലിലെ എല്ലാ ലിഗാൻഡ്സും ഒരേ രീതിക്ക് എക്സ്റ്റെൻഡിലാണ് എഫക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ലിഗാൻഡ്സ് വരുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഇന്ററാക്ഷൻ അവിടെ പോസിബിൾ ആയിട്ട് വരുന്നുണ്ട്. അത് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് പറഞ്ഞുതരാം. നമുക്ക് മെറ്റലും ലിഗാൻഡും തമ്മിൽ 2 ടൈപ്പ് ഇന്ററാക്ഷൻ ആണ് വരുന്നത്. ആദ്യത്തെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അതായത് മെറ്റൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ലിഗാൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അല്ലെങ്കിൽ ഓൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ലിഗാൻഡ്സ് ആയാലും അതിലൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഇത് മെറ്റലും ലിഗാൻഡും തമ്മിൽ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലേ? അപ്പൊ ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ട്. അത് കൂടാതെ മെറ്റലും ലിഗാൻഡും വരുമ്പോൾ ഇപ്പൊ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്തോറും എന്ത് സംഭവിക്കും? മെറ്റലും ലിഗാൻഡും അടുത്തടുത്ത് വരില്ലേ? മെറ്റലിൽ എന്തുണ്ട്? ഡി ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ?
അതുപോലെ ലിഗാൻസിന് എന്തുണ്ട്, ഒന്നെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ മെറ്റലിന്റെ ഡി ഓർബിറ്റലിന്റെ ഇലക്ട്രോണും ലിഗാൻഡിന്റെ നെഗറ്റീവ് ചാർജും അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് എന്താ ചെയ്യുക? റിപ്പൽഷൻ. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ഇന്ററാക്ഷൻ മനസ്സിലായില്ലേ? മെറ്റലും ലിഗാൻഡും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്, അതേപോലെ മെറ്റലിന്റെ ഡി ഓർബിറ്റലിലെ ഇലക്ട്രോൺസും ലിഗാൻഡിന്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് തമ്മിൽ എന്തുണ്ട്? റിപ്പൽഷൻ ഉണ്ട്. അപ്പൊ ആ രണ്ടെണ്ണമാണ് വരുന്നത്. അങ്ങനെ ആ റിപ്പൽഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡീജനറേറ്റ് ഓർബിറ്റലിന്റെ എനർജി ഒന്ന് കൂടും. എപ്പോഴാണ് ഇങ്ങനെ ജസ്റ്റ് എല്ലാവരും ഒരേ ലെവലിൽ തന്നെ, പക്ഷെ എനർജി കുറച്ച് കൂടും. അത് ഏത് സിറ്റുവേഷൻ? എല്ലാ ലിഗാൻസും മെറ്റലിനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരേ രീതിക്കാവുമ്പോഴാണ് നമുക്ക് അങ്ങനെ ആവുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിന്റെ കേസിലുണ്ട്, ഒന്ന് ടെട്രാഹീഡ്രൽ കോംപ്ലക്സിന്റെ കേസിലുണ്ട്. രണ്ടിലും ഡിഫറെന്റ് ടൈപ്പാണ് വരുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ വ്യത്യാസം വരാൻ കാരണം രണ്ടെണ്ണത്തിലും മെറ്റൽസിനെ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യണ ആ രീതി വ്യത്യാസമാണ്. ഇപ്പൊ ഒക്ടാഹീഡ്രലിന്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിഗാൻഡ് മെറ്റലിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്തായിരിക്കും? ഏത് വഴിക്കായിരിക്കും അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക? ഓൺ ദ ആക്സിസിലൂടെയാണ് മെറ്റൽസിന്റെ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ ലിഗാൻഡ് ഉണ്ടാവും. ഇപ്പൊ ഇതെന്നൊക്കെ പറയുന്നത് എന്താ? Z ആക്സിസ് ആവില്ലേ? അപ്പൊ എപ്പോഴും ആക്സിസ് വഴി, ഓൺ ദ ആക്സിസിൽ കൂടെയാണ് ലിഗാൻഡ്സ് മെറ്റൽസിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ആക്സിസിന് കിടക്കുന്ന ഇലക്ട്രോൺസ് ഇല്ലേ, അതായത് നമ്മുടെ dz² dx²-5² ഓർബിറ്റൽസ് ഒക്കെ ഇല്ലേ, ആ ഓർബിറ്റൽസിന്റെ ഇലക്ട്രോൺസും ലിഗാൻഡിന്റെ ഇലക്ട്രോൺസും തമ്മിൽ റിപ്പൽഷൻ കൂടും. മനസ്സിലായില്ലേ? അപ്പൊ അവരുടെ എനർജി കൂടുതലായിരിക്കും. റിപ്പൽഷൻ കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് സംഭവിക്കും? കൂടും. അത് നമുക്കറിയാവുന്ന കേസല്ലേ? അപ്പൊ ഇതിന്റെ കേസില് നമുക്കിവിടെ ഈ ഓൺ ദ ആക്സിസിന് കിടക്കുന്ന ഓർബിറ്റൽസിന്റെ എനർജി ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അത് എന്തുകൊണ്ടാണ് മനസ്സിലായില്ലേ? ലിഗാൻഡ് ഓൺ ദ ആക്സിസിലേക്ക് കൂടിയാണ് മെറ്റലിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇനി ടെട്രാഹീഡ്രലിന്റെ കേസ് വരുമ്പോ എങ്ങനെയാണ് നമുക്ക് വരുന്നത്? ഇങ്ങനെയല്ലേ നമുക്ക് ടെട്രാഹീഡ്രലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് നമുക്ക് ഇപ്പൊ ആക്സിസ് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ വരിക? അപ്പൊ ഇവിടെ നമുക്ക് ഇതിപ്പോ ഈ ഇത് നേരെ താഴേക്കല്ല, ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമുക്ക് അറിയാം, അത് പെർപെൻഡിക്കുലർ ആയിട്ടല്ല ഏകദേശം നിൽക്കുക. അത് 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്, നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇങ്ങനത്തെ കേസില് നമുക്ക് ഇവിടെ എക്സും വൈയും ഒക്കെ ഇങ്ങനെ വരുമ്പോ നമുക്ക് ഇവിടെ വരുന്നത് ഏതൊക്കെ? ലിഗാൻഡ് വരുന്നത് ഏത് സൈഡിൽ കൂടിയാ? ബിറ്റ്വീൻ ദ ആക്സിസിൽ കൂടിയാണ് ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഏതിന്റെ എനർജി ആയിരിക്കും ടെട്രാഹീഡ്രലിന്റെ കേസില് കൂടാൻ പോണേ? ബിറ്റ്വീൻ ദ ആക്സിസിൽ കിടക്കുന്ന ഓർബിറ്റലിന്റെ എനർജി ആയിരിക്കും ടെട്രാഹീഡ്രലിന്റെ കേസിൽ കൂടാൻ പോണേ. കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്യുന്നത് എന്താ? ബിറ്റ്വീൻ ദ ആക്സിസിൽ കൂടിയാണ്. അപ്പോ ബിറ്റ്വീൻ ദ ആക്സിസിൽ കിടക്കുന്ന ഓർബിറ്റൽസിന്റെ എനർജി അല്ലേ കൂടുള്ളൂ? അവിടുത്തെ ഇലക്ട്രോൺ അല്ലേ ഈ ലിഗാൻഡ് ആയിട്ട് കൂടുതൽ ഇന്ററാക്ഷൻ വരിക. അപ്പൊ റിപ്പൽഷൻ വരുന്നതും ആ ബിറ്റ്വീൻ ദ ആക്സിസിൽ കിടക്കുന്ന ഓർബിറ്റലിലെ ഇലക്ട്രോൺസിനായിരിക്കില്ലേ? അങ്ങനെ വരുന്ന കേസിലാണ് നമുക്ക് എന്ത് സ്പ്ലിറ്റിംഗ് രണ്ടെണ്ണത്തിലും വ്യത്യാസം വരുന്നത്. മനസ്സിലായില്ലേ? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഈ സ്പ്ലിറ്റിംഗ് കുറിച്ച് നോക്കാം. ഇപ്പോ നമുക്ക് മെറ്റൽസിന്റെ കേസ് നോക്കാം, ഒക്ടാഹീഡ്രലിന്റെ കേസ് നോക്കി. അവിടെ നമുക്ക് ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്യുന്നത് ഏതാണ്? ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്യുന്നത് എപ്പോഴും ഓൺ ദ ആക്സിസിലേക്ക് കൂടെയാണ് അല്ലെ? അപ്പൊ ഓൺ ദ ആക്സിസിൽ കിടക്കുന്ന ഓർബിറ്റൽസ് ഏതാന്നൊക്കെ പറഞ്ഞേ? dx²-5² dz². അപ്പൊ ഇവിടെ ആദ്യം ഡി ഓർബിറ്റൽസ്, ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെയാണ് ഇവിടെ വരച്ചേക്കുന്നത്. എനർജി ഇൻക്രീസ് ചെയ്യണ ഓർഡറാണ് വരച്ചേക്കുന്നത്. ബാക്കി ഡി ഓർബിറ്റൽസ് ഒക്കെ ഡീജനറേറ്റ് ആണ്. ഇപ്പൊ ഈ മെറ്റൽ ആയിരുന്നു, ഇവിടെ ഒറ്റ ലിഗാൻഡ്സും വന്നിട്ടില്ല, അപ്പൊ ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ലിഗാൻഡ്സ് ഒക്കെ അപ്രോച്ച് ചെയ്യണം ഒരേ രീതിക്ക്, ഒരു സ്പെരിക്കൽ ഫീൽഡ് ഉണ്ടാക്കിയിട്ട് അപ്രോച്ച് ചെയ്യണം. അതായത് എല്ലാ സൈഡിലും ഒരേപോലെ അപ്രോച്ച് ചെയ്യും. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ നടക്കില്ല. കാരണം ലിഗാൻഡ് എപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത് വേറെ വേറെ എക്സ്റ്റെൻഡിലായിരിക്കും. ഡിഫറെന്റ് ലിഗാൻഡ്സ് ഡിഫറെന്റ് എക്സ്റ്റെൻഡിലാണ് നമ്മുടെ മെറ്റലിനെ അപ്രോച്ച് ചെയ്യുക. അത് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇതിപ്പോ ജസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക സ്പെരിക്കൽ ഫീൽഡ്. എല്ലാ ലിഗാൻഡ്സിന്റെയും ഒരു സ്പെരിക്കൽ ഫീൽഡിലാണ് മെറ്റൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മെറ്റലിലെ ഡി ഓർബിറ്റൽ ഇലക്ട്രോൺസും ലിഗാൻഡിന്റെ ലോൺ പെയർ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് തമ്മിലുള്ള നമ്മുടെ റിപ്പൽഷൻ കാരണം എന്ത് ചെയ്യും? ഈ ഡി ഓർബിറ്റലിന്റെ എനർജി കുറച്ച് കൂടും. എനർജി കൂടിയില്ലേ? ഇനി അതിനുശേഷം മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ഫോം ചെയ്യണം.
ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ എന്താ റിപ്പൾഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നതെന്ന്. അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ നമുക്കൊരു അട്രാക്ഷൻ ഉണ്ട്. ഏത് പോസിറ്റീവ് ചാർജിലെ മെറ്റലും നമ്മുടെ നെഗറ്റീവ് ചാർജിൽ ലിഗാൻഡ് തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അവിടെ ബോണ്ട് ഫോം ചെയ്യാൻ കാരണം. പക്ഷെ മെറ്റലിന്റെ ഡി ഓർബിറ്റലിലെ ഇലക്ട്രോൺസും ലിഗാൻഡിന്റെ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ലോൺ പെയർസും തമ്മിൽ എന്തുണ്ടാവും, ഒരു ചെറിയൊരു റിപ്പൾഷനും ഉണ്ടാവും. ആ റിപ്പൾഷൻ കാരണം വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ ഈ ഡി ഓർബിറ്റല് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് എനർജി കൂടുതലും ഒന്ന് എനർജി കുറയും. എന്ത് എനർജി കൂടാൻ കാരണം, ഒക്ടാഹീഡ്രലിൽ എന്താ സംഭവിക്കുന്നത്, ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത് ഏത് വഴിക്കാ, നമ്മുടെ ഓൺ ദ ആക്സിസിലൂടെയാണ് ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ആരുടെ എനർജിക്ക് 5 ഡി ഓർബിറ്റലിലെ ആരുടെ എനർജി ആയിരിക്കും കൂടുക, ഓർബിറ്റലിനെ കിടക്കുന്ന, അതായത് ആക്സിസുമ കിടക്കുന്ന ഓർബിറ്റൽസിന്റെ ഏതൊക്കെയാണത്, ഡി സെഡ് സ്ക്വയറും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും. ഇനി നമുക്ക് ഏതിന്റെ ആയിരിക്കും ബാക്കി എത്ര ഉണ്ട്, 3 അല്ലേ, അത് എവിടെ കിടക്കുന്ന, ബിറ്റ്വീൻ ദ ആക്സിസ് കിടക്കുന്നത്. അപ്പോൾ കാരണം ലിഗാൻഡ് ഡയറക്റ്റ് ആയിട്ട് ഓൺ ദ ആക്സിസിലൂടെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ആക്സിസിൽ കിടക്കുന്ന നമ്മുടെ ഓർബിറ്റൽസ് നമ്മുടെ റിപ്പൾഷൻ കൂടുകയുള്ളൂ, അവരുടെ മാത്രമേ എനർജി കൂടുകയുള്ളൂ. ബിറ്റ്വീൻ ദ ആക്സിസിൽ കിടക്കുന്ന ആൾക്കാരുടെ എനർജി കുറയാണ് ചെയ്യുക. അത് എത്ര ഉണ്ട്, 3 ഉണ്ട്. അത് ഏതൊക്കെയാ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് വൈ. ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് വൈ. ഇനി ഇവര് രണ്ടെണ്ണം ഡബ്ലി ഡീജനറേറ്റ് അല്ലേ, അതായത് സെയിം എനർജി ഉള്ള 2 ഓർബിറ്റൽസ് ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ഇ ജി. ഇനി സെയിം എനർജി ഉള്ള 3 ഓർബിറ്റൽസ് ഇല്ലേ അതിലടിയില്ലേ, അത് ട്രിപ്ലി ഡീജനറേറ്റ് ആണ്, അതായത് 3 എണ്ണം സെയിം എനർജി, അതിനെ വിളിക്കുന്ന പേരാണ് T2G. ഈ ജി വെക്കുന്നത് നമുക്ക് ഓർബിറ്റൽസ് ജെറൈഡ് ആണോ അൺജെറൈഡ് ആണോ, അതായത് സിമെട്രി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി ടെട്രാഹീഡ്രലിന്റെ നോക്കാം. ടെട്രാഹീഡ്രലിന്റെ സ്ട്രക്ചർ വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എങ്ങനെയാണ് എടുക്കുന്നത്. അവിടെ ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്യുന്നത് ഏത് വഴിക്കാം, ബിറ്റ്വീൻ ദ ആക്സിസിലൂടെയാണ്. അപ്പൊ ഏത് ഓർബിറ്റൽസിന്റെ ആയിരിക്കും എനർജി കൂടുക, ആർക്കാണോ റിപ്പൾഷൻ കൂടുന്നത് അവർക്കല്ലേ കൂടുക. ആർക്ക് റിപ്പൾഷൻ കൂടുന്നത്, ബിറ്റ്വീൻ ദ ആക്സിസിൽ എടുക്കുന്ന ഓർബിറ്റൽസ് ഏതൊക്കെയാണ്, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് വൈ. ഈ 3 ഓർബിറ്റലിന്റെ എനർജി ആയിരിക്കും നമുക്ക് ടെട്രാഹീഡ്രലിന്റെ കേസിൽ കൂടാൻ. ഇനി നോക്ക് ടെട്രാഹീഡ്രലിന്റെ സ്ട്രക്ചർ. ലിഗാൻഡ്. ഓക്കെ, ഈ ലിഗാൻഡ്സ് നമുക്ക് മെറ്റലിനെ അപ്രോച്ച് ചെയ്യണം. ഇപ്പൊ ഇവിടെ ബിറ്റ്വീൻ ദ ആക്സിസിലൂടെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ എനർജി ഇൻക്രീസ് ചെയ്യണേന്റെ ഓൾറെഡി ആദ്യം ഡീജനറേറ്റ് ഫ്രീ മെറ്റൽ അയോൺ ആയിരുന്ന സെയിം സ്റ്റേറ്റിലെ ഓർബിറ്റൽസ് ഡീജനറേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ലിഗാൻഡ്സിന്റെ സ്പെരിക്കൽ ഫീൽഡില് എന്ത് സംഭവിച്ചു, നമ്മുടെ മെറ്റൽസിന്റെ ഈ ഡി ഓർബിറ്റൽസിന്റെ എനർജി ഒന്ന് കൂടി ആ റിപ്പൾഷൻ കാരണം. അപ്പോഴും ഡീജനറേറ്റ് തന്നെയാണ്, സ്പ്ലിറ്റിംഗ് ചെയ്തിട്ടില്ല. കാരണം എന്താ, ബോണ്ട് ഫോം ചെയ്തിട്ടില്ലല്ലോ. മെറ്റൽ ഇത് ലിഗാൻഡിന്റെ ഒരു സ്പെരിക്കൽ ഫീൽഡിൽ വന്നപ്പോ എല്ലാവരുടെയും എനർജി കുറച്ച് കൂടി റിപ്പൾഷൻ കാരണം. ഇനി എപ്പോഴും സ്പ്ലിറ്റിംഗ് വരിക, മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ. മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എന്താ, വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് ഇജിയും അല്ല T2 E തമ്മിൽ. ഇവിടെ ആരുടെ എനർജി നേരത്തെ പറഞ്ഞത് കൂടാന്ന്, ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്യുന്നത് എന്താ, ബിറ്റ്വീൻ ദ ആക്സിസിലൂടെ അല്ലേ. അപ്പൊ ബിറ്റ്വീൻ ദ ആക്സിസിൽ എടുക്കുന്ന ഓർബിറ്റൽസ് ഏതൊക്കെയാ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, പിന്നെ ഡി എക്സ് വൈ. ഇവരാണ് ബിറ്റ്വീൻ ദ ആക്സിസിൽ എടുക്കുന്നത്. അപ്പൊ ആ ഓർബിറ്റൽസിന്റെ എനർജി ആയിരിക്കും കൂടുക. ഇനി ബാക്കി ഓൺ ദ ആക്സിസ് എടുക്കുന്ന ആൾക്കാരെ എന്ത് സംഭവിക്കണേ, അവരുടെ ആ വഴിക്ക് ലിഗാൻഡ് വരുന്നില്ലല്ലോ. അപ്പൊ അവരുടെ എനർജി എന്തായിരിക്കും, കുറവായിരിക്കും. അതെന്താ പറയുന്നത്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറും. ഇനി ഇത് എന്നെ വിളിക്കുന്ന പേരെന്താ, നമ്മൾ ഒക്ടാഹീഡ്രലിന്റെ കേസില് ട്രിപ്ലി ഡീജനറേറ്റ് ആയിട്ട്. ട്രിപ്ലി ഡീജനറേറ്റ് എന്ന് പറയുന്നത് എന്താ, 3 ഓർബിറ്റൽസ് സെയിം എനർജി ഉള്ളതല്ലേ. അപ്പൊ ട്രിപ്ലി ഡീജനറേറ്റ് അതിനെ നമ്മൾ ഒക്ടാഹീഡ്രലിൽ T2G വെക്കുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് T2 മാത്രം വെച്ചാൽ മതി, കാരണം ഇത് ജെറൈഡ് അല്ല. ഇവിടെ
നമുക്ക് ഇവിടെ സിമെട്രി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ ജനറേറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഓർമ്മിക്കില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഇ എന്ന് വിളിക്കാൻ പറ്റും. ഇത് ഡബ്ല്യു ജനറേറ്റ് ആണ്, അതിന് നമ്മൾ ഇ എന്ന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടെ ആവറേജ് എനർജി, അതായത് ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന്, ഇതാണ് നമ്മൾ ആവറേജ് സെന്റർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മുകളിലത്തെ T2 ഓർബിറ്റിലും താഴത്തെ TE ഓർബിറ്റിലും. ഇവിടെ നമുക്ക് എത്രമാത്രം സെൻട്രലിൽ നിന്ന് എനർജി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം എനർജി ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ, ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ടോട്ടൽ എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ എപ്പോഴും എന്തായിരിക്കും, ടോട്ടൽ 10 ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് എത്രമാത്രം എനർജി ഇൻക്രീസ് ചെയ്താലും എത്രമാത്രം എനർജി ഡിക്രീസ് ചെയ്താലും ടോട്ടൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ തൊട്ട് ഇവിടെ വരെ, അതായത് അടിയത്തെ ഈ ഓർബിറ്റ് മുകളിലത്തെ T2 ഓർബിറ്റിൽ നമ്മളുള്ള ആ എനർജി ഡിഫറൻസിനെ വിളിക്കുന്നതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യില്ലേ, ഈ സെപ്പറേഷനെ വിളിക്കുന്നതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഇവിടെ ഈ T2 ഓർബിറ്റിലും ഈ ഓർബിറ്റിലും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ വിളിക്കുന്നതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. ഇത് ടെട്രാഹീഡ്രലിന്റെ കേസല്ലേ, അപ്പൊ നമ്മൾ ഡെൽറ്റ T വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒക്ടാഹീഡ്രലിലാകുമ്പോൾ ഡെൽറ്റ O വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതിനെ വിളിക്കുന്ന ഈ ആവറേജ് എനർജി ഇതിനെ വിളിക്കുന്ന പേരാണ് ബാരി സെന്റർ. മനസ്സിലായില്ലേ? താങ്ക് യു.